ഈ സ്കെയിൽ വെച്ചിട്ട് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചു വെട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിന് വേണ്ടി ഈ ഒരു ഫാബ്രിക്കിൽ നിന്ന് സ്ലീവിൻ്റെ പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം 4 ഫോൾഡായിട്ടാണ് കേട്ടോ മടക്കിയിട്ടിരിക്കുന്നത്. നമ്മൾ തുണിയിൽ എന്തെങ്കിലും വളവുണ്ടെങ്കിൽ മാറാനായിട്ട് മേളിലൊരു സ്ട്രേറ്റ് ലൈൻ കൊടുക്കുക. ഞാൻ ആദ്യം വരച്ചത് വളഞ്ഞു പോയിട്ട് രണ്ടാമതും കൂടി ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഫോൾഡിൻ്റെ സൈഡിൽ നിന്ന് വേണം നമ്മൾ സ്ലീവ് ലെങ്ത്ത് മാർക്ക് ചെയ്യാനായിട്ട്. എനിക്ക് 10 ഇഞ്ചാണ് സ്ലീവ് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ തയ്യൽ തുമ്പും കൂടി ചേർത്ത് ഒരു 10.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സ്ലീവ് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. സ്ലീവ് വിഡ്ത്തും 10 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി 5ആണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടിയിട്ട് ടോട്ടൽ 6.5 ഇഞ്ചാണ് ഞാനവിടെ വിഡ്ത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത്. വീഡിയോ എടുക്കുന്നതിന് എളുപ്പത്തിന് വേണ്ടി ഞാൻ ഈ തുണിയുടെ ഫോൾഡിങ് സൈഡ് എൻ്റെ നേർക്ക് വരുന്ന രീതിയിലാണ് ഇട്ടത്. കാരണം എനിക്ക് സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ടേ വരയ്ക്കാൻ പറ്റുള്ളൂ. അതായത് സ്കെയിലിൻ്റെ ലെറ്റർ വരുന്ന ഭാഗം താഴെ പോകും. എങ്ങനെ വരച്ചാലും കറക്റ്റ് ഷേപ്പ് തന്നെ കിട്ടും കേട്ടോ. അതിന് മുന്നേ ടേപ്പ് എടുത്തിട്ട് നമ്മുടെ ആം ഹോൾ റൗണ്ടിൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്യുക. അതായത് 14ആണ് ആം ഹോൾ റൗണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി 7, 6 എടുത്തിട്ടാണ് താഴത്തേക്ക് 3 ഇഞ്ച് കൊടുക്കേണ്ടത്. നമ്മൾ 1 ഇഞ്ച് കുറച്ചെടുത്താൽ മതി. പക്ഷേ ഞാനിവിടെ 7 എടുത്തിട്ടാണ് കാണിക്കുന്നത്. ആ 7ൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് ഒരു 3 ഇഞ്ചും കൂടി അടയാളപ്പെടുത്തിയിട്ട് ആ സ്കെയിലിൻ്റെ വാൽഭാഗം ആ 3 ഇഞ്ച് മാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് വെച്ചിട്ട് നമ്മൾ വരച്ചെടുക്കുക കേട്ടോ. കാരണം നമ്മൾ 6 ഇഞ്ച് എടുത്തിട്ട് വരയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ ഒരു കർവായിട്ടല്ലേ ഈ ഒരു ഷേപ്പ് പോകുന്നത്. അപ്പോൾ നമ്മൾ 6 ഇഞ്ച് എടുത്ത് വരച്ചാലും നമ്മളിത് ഇങ്ങനെ ടേപ്പ് വെച്ച് അളക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ആം ഹോൾ കർവ്, അതായത് 14ൻ്റെ പകുതി 7 നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. പക്ഷേ ഞാൻ ഇവിടെ 7 ഇഞ്ച് എടുത്ത് വരച്ചത് കാരണം കുറച്ച് ഇങ്ങോട്ട് മാറി നിൽക്കും. അത് നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് നോക്കുക കേട്ടോ. കണ്ടില്ല. അപ്പോൾ നമ്മൾ ഇത് വരച്ചതിന് ശേഷം നമ്മുടെ ആം ഹോൾ റൗണ്ടിൻ്റെ പകുതി അവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സ്ലീവിൻ്റെ വിട്ടും അതും കൂടി യോജിപ്പിച്ച് വരയ്ക്കുക. നമ്മൾ താഴെ തയ്യൽ തുമ്പിട്ടത് 1.5 ഇഞ്ചാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കൈക്കുഴിയുടെ അവിടെ നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് അതും യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഫ്രണ്ട് ആം ഹോളാണ് കുഴിച്ച് വെട്ടാനുള്ളത്. അതിന് ഈ സ്കെയില് വാൽ ഭാഗം ഫോൾഡിങ് സൈഡിൽ വരുന്ന രീതിയിൽ നമ്മൾ വെക്കണം. അതായത് 1/2 ഇഞ്ച് ഒന്ന് താഴ്ത്തി ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ അതുപോലെ സ്കെയിൽ വെച്ചിട്ട്, കണ്ടില്ലേ, ആദ്യം വരച്ചതിൻ്റെ താഴത്തേക്ക് ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ട് 1/2 ഇഞ്ച് താഴ്ത്തി നമ്മൾ കുഴിച്ച് വരച്ചെടുത്താൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം വരച്ച വരയിലൂടെ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനേ. സ്ലീവ് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആ ഫ്രണ്ട് ആം ഹോൾ മാത്രം നമുക്ക് കുഴിച്ച് വെട്ടാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ അതിൻ്റെ കൂടെ ആദ്യമേ വെട്ടിയാൽ ഫുള്ളേ അങ്ങനെ കുഴിഞ്ഞ് വെട്ടിപ്പോവും. അത് കാരണം നമ്മൾ ഇങ്ങനെ സ്ലീവ് വിടർത്തിയിട്ടിട്ട് മറ്റേ ഭാഗം, അതായത് നമ്മൾ കുഴിച്ച് വെട്ടാൻ വേണ്ടി വരച്ച് വെച്ചിരിക്കുന്ന ആ ഭാഗം നമ്മൾ വെട്ടി മാറ്റുക കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് ആ ഫ്രണ്ട് ആം ഹോൾ, അതായത് നമ്മുടെ സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ കുഴിച്ച് 1/2 ഇഞ്ചാണ് ഞാൻ അതിൽ കുഴിച്ച് വെട്ടിയിരിക്കുന്നത്. അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവ് കട്ടിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫ്രണ്ട് ആം ഹോൾ ഇത് അറേഞ്ച് കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ സ്കെയിൽ വെച്ചിട്ട് സ്ലീവ് കട്ട് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലാവാതെയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം കേട്ടോ. ഈ ഒരു കളർ ക്ലോത്ത് ആയത് കാരണം ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വെട്ടിയിരിക്കുന്നത് അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാനൊന്ന് ആ ഒരു ഒന്ന് ക്ലോസപ്പ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളടോ ഈ സ്ലീവ് കട്ടിങ് എന്ന് പറയുന്നത്. ബിഗിനേഴ്സ് ആണെങ്കിൽ ഈ സ്കെയിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരണേ.